തൃശൂർ വാടാനപ്പള്ളിയിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ കിറ്റ് വിതരണത്തിൽ പ്രതിഷേധിച്ച യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. യു.ഡി.എഫും എൽ.ഡി.എഫും നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ടി.എൻ. പ്രതാപന്റെ അറസ്റ്റ് തടയാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. റോഡിൽ കുത്തിയിരുന്നാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. എന്നാൽ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തെറ്റ് ചെയ്തത് ചൂണ്ടിക്കാണിക്കുകയാണ് താൻ ചെയ്തത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് കിറ്റ് കൊടുത്തത്. കിറ്റ് കൊടുത്ത കടയുടമയെ ജനങ്ങളും മാധ്യമങ്ങളും കണ്ടതാണ്. കിറ്റ് കൊടുക്കാനായി വന്ന ബി.ജെ.പി. നേതാവ് ദേവനെയും യുവമോർച്ചക്കാരെയും അറസ്റ്റ് ചെയ്യാതെ തെറ്റ് ചൂണ്ടിക്കാണിച്ച തന്നെയും യു.ഡി.എഫ്. പ്രവർത്തകരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആർ.എസ്.എസിന്റെയും ബി.ജെ.പിയുടെയും ഇത്തരം പ്രവൃത്തികളിൽ വീണുപോകുന്നവരല്ല കോൺഗ്രസ്. താനടക്കമുള്ള ആളുകളും ജനങ്ങളും ഇതിനെയൊക്കെ പ്രതിരോധിക്കുമെന്നും ടി.എൻ. പ്രതാപൻ പ്രതികരിച്ചു. വാടാനപ്പള്ളിയിലെ ചാമ്പ്യൻ സൂപ്പർ മാർക്കറ്റിൽ കിറ്റ് സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് ആരോപണം. പ്രവർത്തകർ ഇരുവിഭാഗങ്ങളായി നിലയുറപ്പിച്ച് മുദ്രാവാക്യം വിളിച്ചു. നടൻ ദേവൻ ഗോഡൌണിനോട് ചേർന്ന കെട്ടിടത്തിനകത്തുണ്ടായിരുന്നു. കട ഉടമയെ കാണാൻ എത്തിയതെന്നാണ് ബി.ജെ.പി. നേതാക്കളുടെ വാദം. ബി.ജെ.പി. പ്രവർത്തകർ എത്തിയ വാഹനങ്ങൾ പോലീസ് പരിശോധിച്ചു. പ്രശ്നങ്ങൾക്കിടയിൽ ഗോഡൌണിനോട് ചേർന്ന കെട്ടിടത്തിൽ നിന്നും ദേവൻ പുറത്തേക്ക് വന്നു. ബഗീഷ് പൂരാടനൊപ്പമാണ് ദേവൻ ഗോഡൌണിന്റെ മുകളിലെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. അദ്ദേഹം പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. കിറ്റ് വിതരണം ചെയ്തുവെന്ന പരാതിയിൽ ചാമ്പ്യൻ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാമ്പ്യൻ ട്രേഡേഴ്സ് ഉടമ പ്രവീണിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കിറ്റുകൾ ഓർഡർ ചെയ്ത ബി.ജെ.പി. പ്രവർത്തകനും കസ്റ്റഡിയിലാണ്. വാടാനപ്പള്ളി സ്വദേശി സുധീഷാണ് കസ്റ്റഡിയിലുള്ളത്. പ്രദേശത്ത് കേന്ദ്രസേനയടക്കം സംഘർഷാവസ്ഥ പരിഹരിക്കാനായി എത്തിയിരുന്നു.